ഞാൻ ആ പഴയ പാട്ട് ഓർമ്മിക്കരുത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസ്യത്തിൽ കുളിരും രാവിൽ, അങ്ങനെയല്ലേ? അങ്ങനെ കാണാം. മനോഹരമായ പാട്ടാണ് അല്ലേ? അത് ഓർക്കാൻ കാരണം, ഇപ്പോൾ ഗസയുടെ പണി തീർന്നു. ഗാസ ഇസ്രയേൽ കൊണ്ടുപോയി. ഇസ്രയേൽ അവിടെ കോളനി ഉണ്ടാക്കുന്നു, വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി, അത് ഇസ്രയേലിൻ്റെ ഭാഗമായി. പക്ഷേ ഇനി വെസ്റ്റ് ബാങ്കും ഇല്ല, അതിനി യഹൂദിയ ആകും എന്നൊക്കെ പറയുന്നു. വല്ല കാര്യമുണ്ടോ? ഇന്നലെ ഒരു ബില്ല് അവിടെ നെസറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ MK സിംച റോത്ത്മാൻ ആണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ആ ബില്ലിൽ പറയുന്നത് ഇതാണ്: വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ഇനി സർക്കാർ രേഖകളിൽ ഉണ്ടാവില്ല. വെസ്റ്റ് ബാങ്കിന് പകരം യഹൂദിയ ആൻഡ് സമേറിയ, യഹൂദിയും സമേറിയയും. നല്ല ശമരിയക്കാരൻ. അതായത് പഴയ ബൈബിളിൽ പറയുന്നത് അവിടെ നിന്നാണല്ലോ അയാൾ വന്ന് വഴിയിൽ വീണ് കിടന്ന ആളെ പരിചരിച്ചത്. അത് തന്നെ, നല്ല ശമരിയക്കാരൻ. അപ്പോൾ അതാണ് ഇനി ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇതിപ്പോൾ നെസറ്റിൽ ബില്ല് പാസ്സാക്കുന്നു, സ്വകാര്യ ബില്ല്, ഇത് പാസ്സാക്കുമോ? അതല്ല, അത് കുറച്ചുകൂടി പറയാം. ഇസ്രയേൽ നിയമങ്ങളിൽ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് കളയുക. യോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള ഭാഗം എന്നുള്ള നിലയ്ക്കാണ് വെസ്റ്റ് ബാങ്ക് എന്ന് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് യഹൂദി, സമരിയ. മറ്റവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഇനി നമ്മളിതാണ്. 1967 6 days വാർ, 6 ദിവസത്തെ യുദ്ധത്തിൽ പിടിച്ച സ്ഥലമാണ് ഈ പടിഞ്ഞാറുള്ള സ്ഥലം, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിയമ്പിളിൽ പറയുന്നുണ്ട്, ആമുഖം ബില്ലിൻ്റെ, ജൂതരുടെ ആദിമ ഭൂമിയുടെ അവിഭാജ്യ ഭാഗങ്ങളാണ് യഹൂദിയയും സമേറിയയും. ഇവിടങ്ങളിൽ നിർണായക സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം. ആ കാലത്ത് ആദിമകാലത്ത് പ്രപിതാമഹന്മാർ, പ്രവാചകർ, സന്യാസിമാർ, രാജാക്കന്മാർ, അവരുടെയൊക്കെ പ്രവിശ്യകളും രാജവംശങ്ങളും ആയിരുന്നു ഇവ. വിദേശ ഭരണകാലത്താണ് ഇതിന് വെസ്റ്റ് ബാങ്ക് എന്ന് പേരിട്ടത്. അത് കൊളോണിയൽ അവശേഷിപ്പാണ്. അവർ നമ്മുടെ ഈ പ്രദേശങ്ങളുമായിട്ടുള്ള ചരിത്ര ബന്ധം അവഗണിച്ചാണ് അങ്ങനെ പേരിട്ടത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ തീരം എന്നേ ഉള്ളൂ. തീരം, മറ്റേ നദിയുടെ പടിഞ്ഞാറൻ തീരം. ശരിക്കും ഒരു പേര് ഇട്ടില്ല എന്നർത്ഥം. ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ്. അതെ അതെ, പടിഞ്ഞാറൻ തീരത്ത് വരമ്പത്ത് കൂലി കൊടുക്കുന്ന പറഞ്ഞ പോലെയൊക്കെ ഉള്ളൂ, വരമ്പ് എന്ന് പറയുന്ന പോലെ. എന്നിട്ട് പറയുന്നു, മാറ്റം ഇസ്രയേലിൻ്റെ ബന്ധം, പിന്നെ ചരിത്രം എന്നിവയെ ഊട്ടിയുറപ്പിക്കുന്നു. ഈ മാറ്റം, പേരിലുള്ള മാറ്റം, ഇസ്രയേലിന് ഈ പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധം, ചരിത്ര അവകാശം, അതിനെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്നു. ഇത് അമേരിക്കയിൽ സെനറ്റർ ടോം കോട്ടൺ, അമേരിക്കൻ സെനറ്റിൽ അർക്കൻസായിൽ നിന്നുള്ള സെനറ്ററാണ്. അദ്ദേഹം സെനറ്റിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വച്ചിരുന്നു. അതായത് അമേരിക്കൻ രേഖകളിലും വെസ്റ്റ് ബാങ്ക് എന്ന് വേണ്ട, യഹൂദിയ എന്നും സമേറിയ എന്നും മതിയെന്ന് US സെനറ്റർ ടോം കോട്ടൺ ഒരു നിർദ്ദേശം വച്ചിരുന്നു. ഒരു ശരിയായ നിർദ്ദേശമാണ്. എത്രയോ കാലമായി ചരിത്രത്തിലും ഇതിഹാസത്തിലും ഒക്കെ പറയുന്ന പേരാണ് അല്ലേ യഹൂദിയ എന്ന് പറയുന്നത്. യഹൂദിയ, ജോർദാൻ ഒക്കെ പറയുന്ന അതൊരു വലിയ വിശ്വാസപരവുമായി മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന. ജൂതന്മാർ വസിക്കുന്ന ഒരു സ്ഥലത്ത് ജൂതന്മാരുടെ താല്പര്യം അനുസരിച്ചല്ലേ നാമകരണമൊക്കെ നടക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇംഗ്ലീഷുകാർ വന്നിട്ട് എല്ലായിടത്തും അവരുടെ ഒരു അജൈവമായ സ്വഭാവമുള്ള പേരുകൾ ഇട്ട് പോകും. ജൈവികമായ അതിൻ്റെ ഭാഷ അറിയാത്തതുകൊണ്ട് എടുത്ത് മാറ്റിയിട്ടുള്ള പേരുകൾ. അപ്പോൾ ശരിക്കും അത് ഇത് ഇങ്ങനെ തന്നെ യഹൂദിയ എന്ന് തന്നെ ഇടേണ്ട പേരാണ്. അപ്പോൾ ടോം കോട്ടൺ അങ്ങനെ അവിടുത്തെ രേഖകളിൽ മാറ്റുന്ന കാര്യം നേരത്തെ സെനറ്റിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ റോത്ത്മാൻ ബില്ലിൽ ഈ കാര്യം, കോട്ടൻ്റെ കാര്യം പറയുന്നുണ്ട്. ജൂതരുടെ ചരിത്ര അവകാശമാണിത്. ചരിത്രപരമായ വ്യതിയാനം, തെറ്റ്, അത് നമ്മൾ തിരുത്തുകയാണ്.
ശത്രുവിനെ സേവിക്കുന്ന വ്യാജ ആഖ്യാനമാണ് വെസ്റ്റ് ബാങ്ക് എന്നുള്ളത്, ഫോൾസ് നെഗറ്റീവ്. അത് നമ്മൾ ഉപേക്ഷിക്കണം. ആ മാറ്റം സുപ്രധാനമാണ്. ടോം കോട്ടണെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് അമേരിക്കയിൽ ഈ നിർദ്ദേശം വെച്ചയാളെ. ചരിത്രപരമായി കൃത്യതയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. മറ്റ് രാജ്യങ്ങളും ഈ വഴിക്ക് വരട്ടെ. ഇസ്രയേൽ ജനത യഹൂദിയയിലും സമേറിയയിലും കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ സെറ്റിൽമെൻ്റ് ആകാൻ പോകുന്നു എന്നാണല്ലോ വെസ്റ്റ് ബാങ്ക്. അവിടെയും കൂടി ഇസ്രയേൽ ജനത ജീവിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഹൈക്കോടതി ഈ പലപ്പോഴും ഈ വെസ്റ്റ് ബാങ്കിനെ പരാമർശിക്കുമ്പോൾ ഏരിയ ഓഫ് ബെല്ലിജറൻ്റ് ഓക്യുപ്പേഷൻ എന്ന് പറയാറുണ്ടെന്ന്, തീവ്രമായ അധിനിവേശത്തിൻ്റെ സ്ഥലമാണ് എന്നൊക്കെ പറയാറുണ്ടെന്ന് പലരും പല പേരുകൾ പറയാറുണ്ട്. IDF കമാൻഡർ മേധാവി വേറെ രീതിയിലാണ് പറയുന്നത്. 1990s മറ്റേ ഓസ്ലോ അക്കോർഡ്സ് ഓസ്ലോ ഉടമ്പടികളിൽ അനുസരിച്ച് പാലസ്തീൻ അതോറിറ്റി ഉണ്ടാക്കി. പിന്നെ ഈ മേഖലയെ 3ആക്കി തിരിച്ചു. അപ്പോൾ ഒന്ന് പലസ്തീൻ നിയന്ത്രണവും പലസ്തീൻ പൗരന്മാരും ഉള്ള പ്രദേശം, ബി ഇസ്രയേൽ പട്ടാളവും പലസ്തീൻ പൗരന്മാരും ഉള്ള പ്രദേശം, സി ഇസ്രയേൽ നിയന്ത്രണം മാത്രമുള്ള പ്രദേശം. ഇങ്ങനെ തിരിച്ചിരുന്നു. അപ്പോഴും ഈ യഹൂദിയ എന്നും സമേറിയ എന്നൊന്നും ആ ഓസ്ലോ കോഡ്സിലും പറഞ്ഞില്ല. അല്ല, അത് മനഃപൂർവ്വം ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും പൗരാണികമായ ചരിത്രത്തെ നിഷേധിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതെ, മനഃപൂർവ്വം. അപ്പോൾ അതുകൊണ്ട് ഇനി വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് അതിൽ നിന്ന് മാറുകയാണ്. മാത്രമല്ല ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ഇപ്പോൾ ഹമാസിനെയൊക്കെ തീർത്ത് അവിടെ ഇപ്പോൾ അതിന് ഒക്കുപ്പേഷൻ ഉണ്ടല്ലോ പട്ടാളത്തിൻ്റെ. പട്ടാളം അവിടെ നിന്ന് മാറാനൊന്നും പോകുന്നില്ല. മിലിറ്ററി ബേസുകളൊക്കെ പെർമനന്റ് ബേസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഈ കോറിഡോറുകളിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് നേരത്തെ തന്നെ നെതന്യാഹു പറഞ്ഞാണ്. ഇനി അവിടെ ആളുകളെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേ പേരെ അങ്ങോട്ട് ജോലിക്കൊക്കെ കൊണ്ടുപോയവരെ ഒക്കെ ഈ ഭാഗത്താണ് പാർപ്പിക്കാറ്, ഈ പലസ്തീൻ പ്രദേശങ്ങളിൽ കൊണ്ടുപോയ ആളുകളെ. അല്ലാതെ അവരെ ടെലവീവിലും ജെറൂസലേമിലും ഒന്നുമല്ല, ഈ ഭാഗത്തെ സെറ്റിലേഴ്സായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ പട്ടാളത്തിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ മണിപ്പൂരിൽ നിന്നൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ. ബെനെ മനാഷെ എന്ന് പറഞ്ഞൊരു ഗോത്രം ഇവിടെ ഉണ്ട്. ലോസ്റ്റ് ട്രൈബ്, അവിടെ ഇല്ലാതായ ജൂത ഗോത്രങ്ങളിൽപ്പെട്ട കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 5000 പേരെ കൊണ്ടുപോയിട്ടുണ്ട് മണിപ്പൂർ ഭാഗത്തു നിന്ന്, ചൂര ചന്ദ്രപൂരിൽ നിന്നൊക്കെ. അവരൊക്കെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഈ പലസ്തീൻ മേഖലയിലാണ്. നമുക്ക് അതേക്കുറിച്ചൊന്ന് ഒരു പ്രത്യേകമായിട്ട് സംസാരിക്കണം. അത് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലസ്തീൻ സത്യത്തിൽ പലസ്തീൻ എന്നുള്ള രാജ്യം ഇല്ലാതാവുകയാണോ? ആണല്ലോ. 2048 പലസ്തീൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇസ്രയേലിൻ്റെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന പദ്ധതിയാണ്. പക്ഷേ രണ്ട് രാജ്യങ്ങൾ എന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കണമെന്നാണ് UN-ൻ്റെ ഒക്കെ നിശ്ചയം. UN ഇപ്പോൾ ഇതിനെയൊക്കെ അപലപിക്കുന്നുണ്ടല്ലോ, പല രാജ്യങ്ങളും ഒക്കെ അപലപിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? എവിടുത്തെ ഈ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ആളുകൾ? അല്ല, അവർ അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പൊക്കോട്ടെ. എവിടെ വേണമെങ്കിൽ ഇവർ തുർക്കിയോ ഒക്കെ എടുത്തോട്ടെ. സുന്നി രാജ്യമല്ലേ തുർക്കി എടുക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്? കാരണം ഈ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ട, അവിടെ സമാധാനമുണ്ട്, സമാധാന ഭംഗത്തിന് അവരൊരുക്കമല്ല, അവരെടുക്കില്ല. എന്തായാലും പലായനം നടക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഇവർ പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്കും, മിക്കവാറും തുർക്കിയിലേക്കായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പോയേ പറ്റുള്ളൂ. കാരണം ഇവരെ അവിടെ വെച്ച് പൊറിപ്പിക്കാൻ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ പലസ്തീൻ എന്ന് നിലവിളിക്കാൻ ആരും ഉണ്ടാവത്തില്ല. എന്തായാലും 2048 ഇസ്രയേൽ ഉണ്ടായതിൻ്റെ ശതാബ്ദിയാണ്. അപ്പോൾ ഇവരുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ പല പദ്ധതികളും നമ്മൾ വായിക്കുമ്പോൾ അവിടെ കെട്ടി പൊക്കാൻ പോകുന്ന ഈ പലസ്തീൻ പ്രദേശത്ത് ഇവരുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പ്ലാൻഡാണ് വളരെ. മാത്രമല്ല ഈ ജറേദ് കുഷ്ണർ ഇല്ലേ, ഇവാങ്കയുടെ ഭർത്താവ്, ട്രംപിൻ്റെ മകളുടെ, അദ്ദേഹത്തിനും ആ ഭാഗത്ത് ഈ ഇസ്രയേലിൻ്റെ കൈവശം വന്നു കഴിഞ്ഞാൽ അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ള ആളാണ് ജറേദ് കുഷ്ണർ. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്കും ബോധ്യമുണ്ട്
ഈ പലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടാവില്ല. പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും ലോകം മാറുകയാണ് അല്ലേ? ഇസ്രായേലികൾക്ക് അവരുടെ ഒരു വാഗ്ദത്ത ഭൂമി തിരിച്ചു കിട്ടുമായിരിക്കും. ആ പഴയ മട്ടിൽ പഴയ പേരൊക്കെ വിളിക്കാവുന്ന വിധത്തിൽ നമുക്ക് ഈ കുരുക്ഷേത്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, ഇന്ദ്രപ്രസ്ഥം എന്നൊക്കെ പറയുന്ന വിധത്തില് എന്നൊക്കെ കുറെ പേരുകൾ ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട്. എന്നാലും നമുക്ക് ആ പേരുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ന സ്ഥലമാണ്, ഇന്ദ്രപ്രസ്ഥമാണ് ഡൽഹി. പേര് മാറ്റൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ഇസ്രയേലിൽ ഇപ്പൊ പഴയ ബിബ്ലിക്കലായിട്ടുള്ള പേരുകളിലേക്കൊക്കെ മടങ്ങി വരുന്നു. അങ്ങനെ ഒരു ചരിത്ര ബോധം അവരുടേതായ സനാതന ധർമ്മം അവര് പാലിക്കുന്നുണ്ട്. ഇസ്രായേലിന് വേണ്ടി യുദ്ധം നയിക്കുന്നത് യഹോവയാണ്. അതാണ് ബൈബിളിൽ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി മുമ്പൊരു ജൂതൻ 1971 യുദ്ധം നയിച്ചിട്ടുണ്ട്. ജേക്കബ്, മറ്റേ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു, ഏറ്റവും മുകളിൽ നമ്മുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ മേധാവിയായിരുന്നു JFR ജേക്കബ്, ജൂതൻ. 1971 ജനറൽ നിയാസി മറ്റേ കീഴടങ്ങുന്നില്ലേ, ആ കീഴടങ്ങുന്ന ചിത്രത്തിൽ പുറകിൽ നിൽപ്പുണ്ട് JFR ജേക്കബ്. അത് കഴിഞ്ഞ് പിന്നീട് ഗവർണറുമായി. ഒരു ദിവസം സംസാരിക്കാം ജേക്കബിനെ പറ്റി. നമുക്ക് ഏതായാലും യഹൂദിയ വീണ്ടും വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.